അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കുടംപുളി ഇട്ടു വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. ദിയാക്കുട്ടിക്ക് മീൻകറിയൊക്കെ ഇഷ്ടാ? അമ്മ ഉണ്ടാക്കി തരാറുണ്ടോ? ഉണ്ടാക്കി തരാറുണ്ടോ? എന്നാ ഇന്ന് ദിയാക്കുട്ടിക്ക് ഒരു അടിപൊളി സൂപ്പർ മീൻകറി ഉണ്ടാക്കി തരട്ടെ മിസ്? അപ്പൊ മിസ്സിന്റെ ഫ്രണ്ട് വിജീഷ്, ഷെഫ് വിജീഷ്, ആ വിജീഷ് മിസ്സിന് ഒരു റെസിപ്പി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ നമുക്ക് ഇന്ന് ഉണ്ടാക്കി നോക്കിയാലോ? ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഹലോ എവരിവൺ, വെൽക്കം ടു ചിന്നു സ്വീറ്റ്സ് ആൻഡ് ഫെസ്റ്റിവൽ. അപ്പൊ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? ഇത് നമ്മള് കേരയാണ് വാങ്ങിയിരിക്കുന്നത്. നമ്മള് സാധാരണ നെയ്മീന് അല്ലെങ്കിൽ ആവോലി അങ്ങനെയുള്ള മീനാണ് കൂടുതലും ടേസ്റ്റ് കൂടുന്നത്. ഇപ്പൊ നമുക്ക് നോയിമ്പൊക്കെ ആയതുകൊണ്ട് ആ മീൻ കിട്ടിയില്ല, നമ്മൾ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. നമ്മള് കേരയ വാങ്ങിയത്. ഒരു 1/2 കിലോളം ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഇനി മഞ്ഞപ്പൊടി ഉപ്പും കൂടെ നമ്മൾ പുരട്ടി നമ്മള് ചെറുതായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കുകയാണേ. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പം ഇതിലേക്ക് 1/2 കിലോ കേരയിലേക്ക് നമ്മളൊരു 3/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ആ കൂടെ ഒരു പാകത്തിന് ഉപ്പ്, അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് പിടിപ്പിക്കാൻ പോവാണ്. ഇപ്പൊ നമ്മള് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ പുരട്ടി വെച്ചിരിക്കുക. അധികം നേരം ഇങ്ങനെ വെക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. നമ്മള് അതിനൊരു ഷാലോ ഫ്രൈ, ഡീപ് ഫ്രൈ ഒന്നും അല്ല, വെറുതെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യാം. നമ്മള് പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് എണ്ണ അല്ലേ? കുറച്ച് എണ്ണ, പെട്ടെന്ന് അടുക്കി പിടിക്കാതിരിക്കാനുള്ള കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഒന്ന് സ്പ്രെഡ് ആയി കൊടുത്തിട്ട് ഇനി അതിലേക്ക് മീൻ വറുക്കി ഇടാം അല്ലേ? അതെ. അല്ല മിസ്സേ, നമ്മള് ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രമല്ലേ ചേർത്തുള്ളൂ, ഇതിനകത്ത് നമ്മൾ മുളക് പൊടി ചേർത്തിട്ടില്ലല്ലോ. അതെ, അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് കാന്താരി ഫിഷ് കറി. ഇത് കാന്താരി മാത്രമാണ് നമ്മൾ ഇത് കിട്ടിയത്. ഇത് അമേരിക്കയിലുള്ള ഷെഫ് വിജീഷ് ആണ് റെസിപ്പി പറഞ്ഞു തന്നത്. കാരണം അവനവിടുത്തെ ഷെഫാണേ. അവൻ തന്നെത്താനെ കണ്ടുപിടിച്ചതാണ്. അവന്റെ മാത്രം എന്താ പറഞ്ഞിരിക്കുന്നത്. അതെ 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 അതെ. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ അവനാ പറഞ്ഞത് നമുക്ക് ഇതൊന്നും ഉണ്ടാക്കി നോക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ടല്ലേ? ഒരുപാട് ഫ്രൈ ആവണ്ട, ആയിട്ടുണ്ടല്ലേ? അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഇത് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പൊ നമ്മള് മീനിന് ഒരു 2 മിനിറ്റ്, ഏകദേശം 2 മിനിറ്റ് അല്ലെ, ഷാലോ ഫ്രൈ, അതായത് കുറച്ച് എണ്ണയ്ക്കകത്ത് തിരിച്ചു മറിച്ചു വിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 2 മിനിറ്റ് മതി അല്ലേ? ഓക്കെ. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മെയിൻ ആയിട്ട് കാന്താരി, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ കാന്താരി ഫിഷ് കറി ആണല്ലോ. ഓക്കെ ഓക്കെ. മെയിൻ ആയിട്ട് നമ്മള് കാന്താരി എടുത്തു. അപ്പൊ ഇത് ഇപ്പം വൈറ്റ് ആയിട്ട് കിട്ടിയേക്കും, നമുക്ക് ഏത് കളർ കാന്താരി എടുക്കാം അല്ലെ? അപ്പം അത് ഏകദേശം 1 പിടിയോളം കാന്താരി, പിന്നെ ഇഞ്ചി ആണെങ്കിൽ ഒരു വലിയ കഷ്ണം, അത്യാവശ്യം വലിപ്പമുള്ള ഒരു കഷ്ണം, വെളുത്തുള്ളി, ഒരു കുടം വെളുത്തുള്ളി ഉണ്ടാവും, ഒരു കുടം വെളുത്തുള്ളി, 10-20 നമ്മള് അതെ ചെറിയ ഉള്ളി ഒരു 10-20 എണ്ണത്തോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, മീഡിയം സൈസിലുള്ള ഒരു തക്കാളി, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് എന്താ ചെയ്യേണ്ടത്? ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ഒന്ന് ചതച്ചെടുക്കുള്ളൂ, അരയാൻ പാടില്ല, അരഞ്ഞു പോകാൻ പാടില്ല, എന്നാ തീരെ ഇതും ആവരുത്. ക്രഷ് ചെയ്തെടുക്കുക, ഒന്ന് പൊടിച്ചെടുക്കുക. അതങ്ങനെ ചെയ്യാവേ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളിത് ഇതെല്ലാം കൂടെ നമ്മള് മിക്സി വേണമെങ്കിലും ചെയ്യാട്ടോ, പക്ഷെ അരഞ്ഞു പോകാതെ നോക്കാന്നുള്ളതേ ഉള്ളൂ. അതെ അതെ. നമ്മള് ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്, നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണിന്റെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ്. 2 ടേബിൾ സ്പൂൺ മതി അല്ലേ? പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് എണ്ണ ചൂടായിട്ട് നമുക്ക് കടുക് ഇടാം. എത്ര മിസ്? 1 ടീസ്പൂൺ മതി അല്ലേ? 1 ടീസ്പൂൺ കടുക് ഇടുന്നു. അത് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് പെരിഞ്ജീരകം, അതും 1 ടീസ്പൂൺ, 1 ടീസ്പൂണോളം പെരിഞ്ജീരകം അല്ലേ? 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, അത് രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കുക അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് പെരിഞ്ജീരകം. ഓക്കെ ഓക്കെ. അതിലേക്ക് നമ്മള് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാണ്. അപ്പം കടുകും കരിവേപ്പിലയും പെരിഞ്ജീരകം എല്ലാം പൊട്ടിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മള് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കാൻ പോവാണല്ലേ? അതെ. അപ്പൊ ഇത് നമ്മളൊന്ന് മൂക്കുന്നവരെ, ഒരു പച്ചമണം മാറട്ടെ. ഓക്കെ, പച്ചമണം മാറുന്നവരെ വഴിച്ചെടുക്കണം അല്ലേ? നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് നമ്മൾ അതിൽ ചേർത്താണ് മീനകത്ത് വരട്ടെങ്കിലും ഇതിനകത്ത് ലേശം അത് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം, ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം അല്ലേ? ആവശ്യത്തിന് മീനിന് ചേർത്തിട്ടുള്ളതെന്നുള്ള ഓർമ്മയോട് കൂടി ഇത് ചേർക്കണം. എന്നാലും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ ഉള്ളിയൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് വഴന്നും കിട്ടും, ടേസ്റ്റും ആണ്. ഉപ്പ് ചേർന്ന് തന്നെ വഴന്നു വരുമ്പോഴല്ലേ അതിന്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ.
അപ്പൊ നമ്മുടെ മസാല ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ചേർക്കേണ്ട പൊടികൾ അല്ലേ മിസ്സേ? ഇതിപ്പോ ഒരു 2 ടേബിൾ സ്പൂൺ 2.5 ടേബിൾ സ്പൂണോളം വരും മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ മീൻ ചേർത്തിട്ടുണ്ട്, എന്നാലും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കായത്തിന്റെ പൊടി, കായപ്പൊടിയാണ് കേട്ടോ. കായപ്പൊടി നമ്മൾ അങ്ങനെ അധികം മീൻകറി ചേർത്ത് കേട്ടിട്ടില്ല, പക്ഷെ ഈ മീൻകറിക്ക് മിസ് കായപ്പൊടിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഉലുവാപ്പൊടിയാണ് നമ്മൾ കൂടെ ചേർക്കാതെ, ഇപ്പൊ കായപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 ടീസ്പൂണ് കുരുമുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിപ്പം ഇച്ചിരി ടേസ്റ്റ് കൂടുതൽ, ഇപ്പൊ കുരുമുളകിന്റെ ടേസ്റ്റ് ഇച്ചിരി ചേർക്കാം. പിന്നെ ഇതെന്താ വെച്ചാൽ പെരുംജീരകപ്പൊടി അല്ലേ, ഒരു 1.5 ടീസ്പൂണേ ഉള്ളൂ, അത്രയും പെരുംജീരക പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതിന്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിന്റെ ഒരു പച്ചമണം കൂടെ ഒന്ന് മാറി കിട്ടണം അല്ലേ. ഇതിന് നമ്മള് കൊടംപുളി അല്ല ചേർക്കുന്നത് കേട്ടോ, ആണോ? വാളംപുളിയാണ്. ഓ, ആണ് ഇതിന്റെ ഒരു വെറൈറ്റി ആണല്ലോ. വാളംപുളി ചേർത്ത് മീൻകറി ഉണ്ട്. നമ്മള് കോട്ടയത്ത് സാധാരണ കോട്ടയംകാര് നമുക്ക് കൊടംപുളി ഇട്ട മീൻകറിയാണ് സ്പെഷ്യൽ. പക്ഷെ ഇതിന് വാളംപുളി പിഴിഞ്ഞാണ് ഒഴിക്കുന്നത് അല്ലേ. അതെ അതെ. ഇപ്പൊ ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തില്, അല്ലെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു നെല്ലിക്കയുടെ വലിപ്പത്തില് പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പിഴിഞ്ഞെടുക്കണം അല്ലേ. അതെ അതെ, അതിലേക്ക് ഒഴിക്കാവേ. അപ്പൊ നമ്മൾ ആ പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാണ്. അപ്പൊ എന്താ പറയാ, പൊടികളുടെ എല്ലാം പച്ചമണം മാറി. അപ്പൊ അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് പുളിവെള്ളം ഒന്നും ഒഴിക്കണ്ട കേട്ടോ. മീൻസ് ഒത്തിരി വെള്ളം വേണ്ട, ആ ഒരു എടുത്ത പുളിയെ ആ കൊഴുപ്പിന് തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. അത് നമ്മളിപ്പോ ഒരു നെല്ലിക്ക വലിപ്പത്തിന് അല്ലെങ്കിൽ ഒരു നാരങ്ങ, ചെറിയ നാരങ്ങ വലിപ്പത്തിന്റെ പുളി എടുത്തിട്ടുള്ളൂ. പക്ഷെ പുളിയുടെ ഉറക്കനുസരിച്ച്, അതിന്റെ ടേസ്റ്റിനനുസരിച്ച് പുളി എടുക്കണം. മീൻകറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന് പുളി ഒക്കെയാണ് അതിന്റെ ഹൈലൈറ്റ് അല്ലെ, പുളി എരിവൊക്കെയാണ് ഹൈലൈറ്റ്. പുളി പിടിക്കണം. അതെ അതെ. അപ്പൊ പുളി ടേസ്റ്റ് നോക്കി വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം മീൻ എടുക്കുന്നതനുസരിച്ച് ടേസ്റ്റ് അനുസരിച്ച് പുളി ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മൾ പുളിവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല കുറുകിയ പരുവത്തിലായിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പും കൂടെ നോക്കാം കേട്ടോ, ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കണം. ഉപ്പും പുളിയൊക്കെ നല്ല പാകത്തിനായിട്ടുള്ള നല്ല ഗ്രേവി റെഡിയാണ്. ഇനി അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുവാണ്. തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. അത് ഇപ്പൊ ഒരു തേങ്ങ ഉണ്ടല്ലേ, നമ്മൾ ഏകദേശം ഒരു വലിയ തേങ്ങയല്ലായിരുന്നു, തേങ്ങയായിരുന്നു, അതുകൊണ്ട് ഒരു തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് തിളക്കട്ടെ. അത് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ആ മീൻ കഷ്ണം ഇട്ട് കൊടുക്കുന്നത് അല്ലേ. കഷ്ണം ഇട്ട് കൊടുക്കുന്നത്. അപ്പം പാല് ഒഴിച്ചു കൊടുത്തിട്ട്, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതും തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഇപ്പൊ ഇനി നമ്മള് ഈ മീൻ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നത്, ഫ്രൈ എന്ന് പറഞ്ഞാൽ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന മീൻ ചേർത്ത് കൊടുക്കാണ്. ഇനിയിപ്പം ഇതിനെ മീഡിയം ഫ്ലെയിമില് വേവിച്ചെടുക്കാം. നല്ല മണം വരുന്നുണ്ടല്ലേ, നല്ല മണം വരുന്നുണ്ട്. നല്ല കുറുകി, ഒത്തിരി ചാറ് ഇങ്ങനെ ലൂസ് ആയിട്ടൊന്നും നിൽക്കുന്നത്, നല്ല കുറുകിയ ചാറ്. അപ്പൊ അതിലേക്ക് നമ്മുടെ ഒരു തനതായിട്ടുള്ള രീതിയിൽ കുറച്ച് കരിവേപ്പില എപ്പോഴും, അതെ, എത്ര മീൻ കറിക്കാണെങ്കിലും അവസാനമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ കരിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങ് ഓഫാക്കാം അല്ലേ. ദിയക്കുട്ടി, കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ടേസ്റ്റ് നോക്കിയാലോ. ചൂടുണ്ട്. സൂപ്പറാണോ? അടിപൊളിയാ? ഇഷ്ടായോ? ഇതുപോലെ അമ്മയോട് ഉണ്ടാക്കി തരാൻ പറയണം കേട്ടോ. മീൻകറി സൂപ്പറാണ്, ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു. താങ്ക് യു.